അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നു ഗൈസ്. കോട്ടേജ് നമ്പർ 162 ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ റൂം. വേണ്ട ബാഗെത്തി. അതിന് പ്രധാന കാര്യം നോക്കട്ടെ. ഔട്ട്സൈഡ് ബാത്തിങ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ടോയ്ലറ്റ്, ഹാൻഡ് ഷവറുണ്ട്. കുളിക്കണമെങ്കിൽ പുറത്ത് നിന്ന് കുളിക്കണം എന്നർത്ഥം. പ്രൈവറ്റ് കോട്ടേജാണ്. സോളാർ വാട്ടർ ഹീറ്റർ. നേരെ നടന്നാൽ ബീച്ചും കാര്യങ്ങളൊക്കെ നാളെ രാവിലെ കാണിക്കാം. അപ്പോൾ വന്നേ ഉള്ളൂ. ഇന്ന് ഫ്രഷ് ആവണം. ഫ്രഷായിട്ട് നേരെ ഡിന്നർ കഴിക്കാൻ പോകണം. ഡിന്നർ 9:30 വരെ ഉള്ളൂ. അപ്പോൾ രാവിലെ ഇറങ്ങിയതാണ്. 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, കൊച്ചിയിൽ നിന്ന്. ഇപ്പോഴാണ് ഒന്ന് റൂം പിടിക്കാൻ പറ്റിയത്. അപ്പോൾ ശരി, കാണാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ ബീച്ച് കാണിക്കാം. ഇപ്പോൾ നമ്മൾ നല്ലൊരു ഉറക്കമൊക്കെ ഇറങ്ങി എണീറ്റേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഊഞ്ഞാലാണ്, അവിടെ ഇരിക്കാം. രാവിലെ വ്യൂ ഒക്കെ കണ്ട് ചായ കുടിച്ചിരിക്കാം. നേരെ നടന്നു കഴിഞ്ഞാൽ ബീച്ചാണ്. അപ്പോൾ ഇവിടെ അത്ര വേവ്സ് ഒന്നുമില്ല. ഇവർ പറഞ്ഞ പോലെ എന്താ വെച്ചാൽ അവിടെ അറ്റത്തേക്കൊരു ബാരിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരുമാതിരി ബാക്ക് വാട്ടേഴ്സ് പോലെ, വലിയ വേവ് ഒന്നുമില്ല. കുളിക്കാനുള്ള സേഫ്റ്റിയും കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ ബാക്കി ഷാർക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ. ഇത് സ്പായാണ്. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന വാട്ടർ വില്ലാസാണ്. ഈ സൈഡിൽ കാണുന്ന 2 കോട്ടേജസാണ് 219, 220. അങ്ങോട്ട് പോകാനുള്ള ഏക ആക്സസ് ഈ കനവയാണ്. തുഴഞ്ഞു പോകണം. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. ബ്രേക്ക്ഫാസ്റ്റ് ഏരിയൻ്റെ സൈഡിലുള്ള സ്വിമ്മിംഗ് പൂളാണ്. ബീച്ച്. ആ കാണുന്ന ഷാക്കാണ് വാട്ടർ ആക്ടിവിറ്റീസിനുള്ള ഷാക്ക്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് എൻട്രൻസ് ടു ദ റിസോർട്ട്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ മെദുഫിഷി ഐലൻഡ് റിസോർട്ടിൻ്റെ സ്പീഡ് ബോട്ട് വന്നാൽ നിൽക്കുന്ന ബാച്ച്. അത് സീ പ്ലെയിനിൻ്റെ ആണ്. സീ പ്ലെയിൻ ഒന്നും ഇപ്പോൾ വന്ന് പോയേ ഉള്ളൂ. മേഡം ഇവിടെ ഉണ്ട്. അപ്പം പറഞ്ഞ പോലെ ഇവിടുന്ന് ഇപ്പോൾ ബോട്ട് വന്നാൽ ഇവിടെ ഇറങ്ങി ഇവിടുന്നാണ് നേരെ എൻട്രൻസ് റിസോർട്ടിലേക്ക്. ആ കാണുന്നതാണ് റിസോർട്ടിൻ്റെ റിസപ്ഷനും അതേപോലെ ബാറൊക്കെ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ സീ പ്ലെയിൻ വന്നു കഴിഞ്ഞാൽ നിൽക്കുന്ന സ്ഥലം. ഇപ്പം നേരെ അറ്റത്തേക്ക് നോക്കുകയാണെങ്കിൽ വാട്ടർ വില്ലാസാണ്. നേരത്തെ റൂമിൽ നിന്ന് കാണിച്ചായിരുന്നു. വാട്ടർ വില്ലാസാണ്. ഇത് ഫുൾ ഐലൻഡാണ്. മെദുഫിഷിൻ്റെ മാത്രം ഐലൻഡാണ്. യെസ്, മാഡം നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് ഐലൻഡ് ടൂർ. അപ്പോൾ വെൽക്കം ടു മെദുഫിഷി ഐലൻഡ് റിസോർട്ട്. ഫുൾ ഐലൻഡ് ഇവൻ്റെ മാത്രമാണ്, വേറെ ഹോട്ടൽ ചെയിൻസ് ഒന്നുമില്ല. മെദുഫിഷി ഐലൻഡ് റിസോർട്ട് മാത്രമാണ്. നേരെ കാണുന്നത് ഡൈവിങ് ക്ലബ്ബാണ്. സ്കൂബ ഡൈവിങ് ഗിയറൊക്കെ അവിടെ വിട്ടുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ഥലത്താണ് അവൻ്റെ ബോട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് അവൻ്റെ ഡൈവിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന ബോട്ട്. സ്നോർക്കലിംഗ്, ഡൈവിങ്, സ്കൂബ ഡൈവിങ് എല്ലാം ഈ ബോട്ടിലാണ് ചെയ്യുന്നത്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ
തിരിക്കുന്നതൊക്കെ കാലും കൊണ്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പഴയ സെറ്റപ്പിലെ ബോട്ടാണ്. ഇവിടെ ഈ കോറൽ റീഫും സൈറ്റിംഗ് ഒക്കെ കുറവാണ്. അപ്പോൾ അവർ ഇങ്ങനത്തെ ബോട്ട്സിൽ ഏകദേശം ഔട്ടർ സീ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും സീ ഉള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ഇൻഹാബിറ്റൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ കോറൽ റീഫ് അതേപോലെ മീനുകളും ഷാർക്സും, ചിലപ്പം ഭാഗ്യമുണ്ടെങ്കിൽ ഷാർക്സും ഡോൾഫിൻസൊക്കെ കാണാൻ പറ്റും. ഇങ്ങനത്തെ ബോട്ട്സിലാണ് സാധാരണ സ്കൂബ ഡൈവിങ് അല്ലെങ്കിൽ സ്നോർക്കലിങ്ങിന് പോകുന്നത്. ഈ റിസോർട്ടിൽ വരുന്നവരാണെങ്കിൽ ആദ്യം തന്നെ വരാൻ മുമ്പ് തന്നെ ബുക്ക് ചെയ്യുക മറക്കണ്ട. അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ നോക്കിയിരിക്കുന്ന പോലെ കരയിൽ നിന്ന് ബാക്കിയുള്ളവർ പോകുന്നത് നോക്കേണ്ടി വരും.